വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ കമ്പനി ബോർഡ് LGS സാലറി സംബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പനി ബോർഡ് LGS നോട്ടിഫിക്കേഷന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ, പഠിച്ചു തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ആവേശത്തോടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിന്റെ സാലറി കൂടി അറിഞ്ഞു പഠിച്ചു തുടങ്ങാം. അപ്പൊ ഒരു സർക്കാർ ജോലി എന്താണ് മെയിൻ ആയിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യാൻ കാര്യം എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണേ ഉള്ളൂ അല്ലെ, ജോലി സെക്യൂർഡ് ആണ്, അതുപോലെ തന്നെ ശമ്പള വർധന ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് തന്നെയായിരിക്കും ഒരു സർക്കാർ ജോലി പ്രിഫർ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രൈവറ്റ് ജോലിയെ അപേക്ഷിച്ച് സർക്കാർ ജോലി സെക്യൂർഡ് ആണ്. അപ്പൊ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാവരും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് അല്ലെ. ആ വെയിറ്റിംഗിന് വേണ്ടി, ആ പഠിത്തത്തിന് വേണ്ടി കുറച്ചുകൂടി ഊർജ്ജം പകരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ കമ്പനി ബോർഡ് LGSുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സിലബസ്, കാര്യങ്ങൾ, മറ്റ് കട്ട് ഓഫ്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ മറ്റു വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSന്റെ സാലറി പാക്കേജ്, സാലറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബേസിക് പേ എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ അത് 23,000 രൂപയാണ് നമുക്ക് കിട്ടുന്ന ബേസിക് പേ എന്ന് പറയുന്നത്. ഈ ബേസിക് പേയുടെ 23,000ന്റെ ഒരു 15% നമുക്ക് DA കിട്ടും. അതായത് 3,450 രൂപ നമുക്ക് എന്ത് കിട്ടും? DA കിട്ടും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൗസ് റെന്റ് അലവൻസ് HRA നോക്കുവാണെങ്കിൽ 4%, അതൊരു 920 രൂപയാണ്. അപ്പൊ ടോട്ടൽ നോക്കുവാണെങ്കിൽ 27,370 രൂപയാണ് ടോട്ടൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്. 27,370 രൂപയാണ്. ഇവിടെ കുറെ ഡിഡക്ഷൻസ് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇൻഷുറൻസ്, നമ്മുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ട് SLI നോക്കിക്കഴിഞ്ഞാൽ 400 വരുന്നുണ്ട്, GLS നോക്കിക്കഴിഞ്ഞാൽ 400 വരുന്നുണ്ട്, PF കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 1,380 രൂപ വരുന്നുണ്ട്. ഇനി മെഡിക്കൽ ഇൻഷുറൻസ്, മെഡിസെപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 500, NPS പെൻഷൻ സംബന്ധമായിട്ട് ഡിഡക്ഷൻ വരുന്നത് 2,645 രൂപ. അപ്പൊ ടോട്ടൽ നമുക്കൊരു ഡിഡക്ഷൻ വരുന്നത്, ഇവിടെ ഡിഡക്ഷൻ വരുന്നത് 5,325 രൂപ നമുക്ക് ഡിഡക്ഷൻ വരുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബൈ ഹാൻഡ് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ, ഈ ഡിഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബൈ ഹാൻഡ് എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈ ഹാൻഡ് നമ്മളിലേക്ക് വരുന്ന രൂപ എന്ന് പറയുന്നത് 27,370 മൈനസ് 5,325 ഈസ് ഈക്വൽ ടു 22,045 രൂപയാണ് നമുക്ക് ബൈ ഹാൻഡ് കിട്ടുന്നത്. അപ്പൊ 27,370 നിന്ന് നമ്മുടെ ഡിഡക്ഷൻ ഒക്കെ 5,325 മാറ്റി 22,045 രൂപയാണ് ബൈ ഹാൻഡ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന കമ്പനി ബോർഡ് LGSന്റെ ഒരു കയ്യിൽ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് 16,500 രൂപയായിരുന്നു. ഇവിടുന്ന് പുതിയ ശമ്പള കമ്മീഷൻ വന്ന് അതിൻ്റെ അകത്ത് നിന്ന് ശമ്പളത്തിൽ ഒരു വർധനവ് ഉണ്ടാക്കി അത് 22ലേക്ക് മാറി. അപ്പൊ ഇനി വരുന്ന ശമ്പള കമ്മീഷൻ, ഇനി പുതിയ ശമ്പള കമ്മീഷൻ വരുമെന്ന് അറിയിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും അതെന്താണ്, ഒരു 5,000 രൂപ കൂടി നമ്മുടെ ശമ്പളത്തിൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ബൈ ഹാൻഡ് നമുക്ക് ഒരു 27-28ഓളം നമ്മുടെ ശമ്പളം വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പം ഗവൺമെന്റ് ജോലി പ്രിഫർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ശമ്പള വർധനവും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും പിന്നെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലിയുമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. അതിന് ഏറ്റവും നല്ല അവസരമാണ് ഈ വരുന്ന കമ്പനി ബോർഡ് LGS എക്സാം എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഉഷാറായിട്ട് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. 7th ക്വാളിഫിക്കേഷനിൽ വരുന്ന എക്സാം ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. LGS എക്സാം ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, ഈ LGS എക്സാം ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം, PG ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവർക്കൊക്കെ അപ്ലൈ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ് ഈ 2025 അവസാനത്തോടെ നമുക്ക് വരാനിരിക്കുന്നത്. അപ്പൊ മിസ്സാക്കി കളയാതെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്തോളുക, അറിഞ്ഞു പഠിച്ചോളുക, സിലബസിനെ മനസ്സിലാക്കി പഠിച്ചോളുക. കമ്പനി ബോർഡ് LGSുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇനിയും വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം സിലബസ് അറിഞ്ഞ് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ലിസ്റ്റിൽ വന്നാൽ ജോലി സാധ്യത കൂടുതലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ലിസ്റ്റിലെ
ഏറ്റവും ഉയർന്ന റാങ്കിൽ തന്നെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷീണം പ്രവർത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത്. എടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി മെയിൻ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് നോക്കി ആ ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിന്റെ ടെസ്റ്റ് പാക്കുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഇനി വരാൻ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് കൃത്യമായിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബാച്ചാണ് നമ്മുടെ ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി ബോർഡ് LGS മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, ഇവിടെ VFAയും ബെപ്കോ LDയും ഇനി വരാനിരിക്കുന്ന എക്സാമുകളാണ് കമ്പനി ബോർഡ് LGSഉം അതുപോലെ തന്നെ VFAയും ബെപ്കോ LDയും. ഇതിനു വേണ്ടി മൂന്നിനും വേണ്ടി നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ബാച്ചാണ് നമ്മുടെ ട്രയാഡ് ബാച്ച്. ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ വെവ്വേറെ കോഴ്സ് അന്വേഷിച്ച് നിങ്ങൾ പോകണ്ട. VFA ഇപ്പൊ കമ്പനി ബോർഡ് LGS എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന VFAയും ആ ഉദ്യോഗാർത്ഥി എഴുതാൻ സാധ്യത കൂടുതലാണ്, എഴുതുന്നവരാണ്. അപ്പൊ അവർക്ക് എന്താണ് മറ്റൊരു കോഴ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കമ്പനി ബോർഡ് LGSഉം VFAയും ബെപ്കോ LDയും ഒരുമിച്ചാണ് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചാൻസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കോ. നോട്ടിഫിക്കേഷൻ ഇനിയും വന്നിട്ടില്ല. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇവിടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഇനി ലൈവ് ക്ലാസിന്റെ ആയാലും റെക്കോർഡഡ് ക്ലാസിന്റെ ആയാലും പ്രിന്റബിൾ ആയിട്ടുള്ള PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ആകുന്നതായിരിക്കും. ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഡൗൺ ആയി പോകുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ എക്സാം ഹാളിലേക്ക് കൈ പിടിച്ചു കയറ്റുന്നത് വരെ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് കാര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിനെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ബാച്ചാണ് ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പർ ആയിട്ടുള്ള 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളുക. താങ്ക് യു ഓൾ.